രാമൻ ഒരു തർക്ക വിഷയമല്ല. ആ പേര് എന്തിനും ഒരു പരിഹാരമാണ്. അങ്ങനെ നീണ്ട 500 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം രാമൻ ഇന്ത്യയിലേക്ക്, അയോധ്യയിലേക്ക് സരയൂ നദീതീരത്തെ തേടി എത്തിയിരിക്കുകയാണ്. ബാലരാമൻ ഇനി വസിക്കുക കോടാനുകോടി ഇന്ത്യക്കാരുടെ ഹൃദയത്തിലാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലെ ഈ വാക്കുകൾ രാജ്യത്തിന് നൽകുന്നത് ഒരു ഉറപ്പാണ്. അങ്ങനെ ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യ രാമക്ഷേത്രത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശിക്കാം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ പൂർത്തിയായ ശേഷമാണ് പൊതുജനങ്ങൾക്ക് ദർശനത്തിനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. രാവിലെ 6 മുതലാണ് ദർശനം ആരംഭിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെയും മോദിയെയും കുറ്റം പറഞ്ഞവർക്കും ക്ഷേത്രം BJPയുടെ വെറും തിരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന് പറഞ്ഞ വെറും ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കുമുള്ള കടുത്ത പ്രഹരം തന്നെയാണ് ക്ഷേത്രത്തിലെത്തുന്ന ജനാവലി. 2020 ഫെബ്രുവരിയിലാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്ര ട്രസ്റ്റ് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ പോകുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത്. ട്രസ്റ്റിനായിരിക്കും നിർമ്മാണ ചുമതലയെന്നും വ്യക്തമാക്കിയിരുന്നു. വ്യക്തിയിൽ നിന്ന് സ്വീകരിക്കുന്ന സംഭാവനയിലൂടെയാകും പണം കണ്ടെത്തുക എന്ന പ്രഖ്യാപനവും ട്രസ്റ്റ് നടത്തിയിരുന്നു. ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ കോടികളാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ട്രസ്റ്റിന്റെ അക്കൗണ്ടിലെത്തിയത്. ക്ഷേത്രത്തിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കാനും വരും വർഷങ്ങളിലെ അറ്റകുറ്റപ്പണികൾക്കും എല്ലാമുള്ള പണം അക്കൗണ്ടിൽ എത്തിക്കഴിഞ്ഞുവെന്ന് ചുരുക്കം. പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, പ്രൗഢിയിലും അമ്പരപ്പിക്കും രാമക്ഷേത്രം. ഇന്നലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ എത്തിയവരുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെട്ട കാഴ്ചകളും വിസ്മയിപ്പിക്കുന്നതായിരുന്നു. ക്ഷേത്ര നിർമ്മാണത്തിനോടൊപ്പം അയോധ്യയിൽ ഉണ്ടായതും വളരെ വലിയ മാറ്റങ്ങൾ തന്നെയാണ്. അയോധ്യ റെയിൽവേ സ്റ്റേഷന്റെ പേരിനൊപ്പം മുഖച്ഛായയും മാറി മറിഞ്ഞു. പുതിയ രാജ്യാന്തര വിമാനത്താവളം എത്തി. അയോധ്യയുടെ ഭാവി സാധ്യതകൾ മനസ്സിലാക്കി വമ്പൻ ടൗൺഷിപ്പുകളും ഒരുങ്ങുകയാണ്. അയോധ്യ നഗരത്തിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ രൂപകൽപ്പനയ്ക്ക് സമാനമായിട്ടാണ് വിമാനത്താവളത്തിന്റെയും നിർമ്മാണം. പ്രതിവർഷം 10 ലക്ഷത്തിലേറെ യാത്രക്കാരെയാണ് വിമാനത്താവളം വഴി നിലവിൽ പ്രതീക്ഷിക്കുന്നത്. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന്റെ ഇനത്തിലുള്ള ഘട്ടത്തിൽ പൂർത്തിയാകുന്നതിനോടൊപ്പം യാത്രക്കാരുടെ എണ്ണവും വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പാണ്. വിമാനത്താവളത്തിലാകെ രാമായണ കഥ ചുമർചിത്രങ്ങളായി നിറച്ചിട്ടുണ്ട്. സൗരോർജ പ്ലാന്റ്, മഴവെള്ള സംഭരണി, മാലിന്യ സംഭരണ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. അതിലും തീർന്നില്ല. ഇതാ വിമാനത്താവളത്തിലെ മറ്റു വിശേഷങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. വിമാനത്താവളത്തിലാകെ രാമായണ കഥ ചുമർചിത്രങ്ങളായി നിറച്ചിട്ടുണ്ട്. സൗരോർജ പ്ലാന്റ്, മഴവെള്ള സംഭരണി, മാലിന്യ സംസ്കരണ പ്ലാന്റ്, ജലശുദ്ധീകരണ പ്ലാന്റ് തുടങ്ങിയവ ഉൾപ്പെടുത്തിയാണ് വിമാനത്താവളം ഒരുക്കിയിരിക്കുന്നത്. ദാം ജംഗ്ഷൻ എന്ന് പേരുണ്ടായിരുന്ന റെയിൽവേ സ്റ്റേഷൻ ഇനി മുതൽ അറിയപ്പെടുക അയോധ്യ ദാം ജംഗ്ഷൻ എന്നായിരിക്കും. പേര് മാത്രമല്ല, സ്റ്റേഷനും അടിമുടി മാറിക്കഴിഞ്ഞു. ഇത് നിർമ്മിക്കുന്നത് രാമക്ഷേത്രത്തിന്റെ മാതൃകയിലാണ്. താമര ഇതളുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സ്റ്റേഷന്റെ പ്രധാന ഭാഗത്തിന്റെ മേൽക്കൂര ഒരുക്കിയിരിക്കുന്നത്. ഇതോടെ ചേർന്ന് ശ്രീരാമന്റെ കിരീടത്തിന് സമാനമായ ആകൃതിയിലുള്ള കമാനവും അതിനു പുറകിലായി സൂര്യനെ അനുസ്മരിക്കുന്ന ഒരു ചക്രവുമുണ്ട്. നിർമ്മാണം പൂർത്തിയായാൽ 1 ലക്ഷം പേരെ വരെ ഉൾക്കൊള്ളിക്കാനാകും ഈ സ്റ്റേഷന്. രാമക്ഷേത്രം അയോധ്യയിൽ കൊണ്ടുവരുന്ന വികസനം മനസ്സിൽ കണ്ട് വിപുലമായ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പും സർക്കാർ ഒരുക്കി തുടങ്ങിയിട്ടുണ്ട്. ആശ്രമങ്ങൾ, മഠങ്ങൾ, വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ഗസ്റ്റ് ഹൗസുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ സോൺ, ഹോട്ടലുകൾ, അപ്പാർട്ട്മെന്റുകൾ തുടങ്ങിയവയാണ് ഇതിന്റെ ഭാഗങ്ങളായി 1000-ലേറെ ഏക്കറിൽ UP സർക്കാർ ഒരുക്കുന്നത്. ലക്നൗ ഗോരഖ്പൂർ ഹൈവേയുടെ ഇരുവശങ്ങളിലായി നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ ആദ്യഘട്ടം 3 വർഷത്തിനകം പൂർത്തിയാകും. അയോധ്യയ്ക്ക് നടുവിൽ മറ്റൊരു ലോകം നിർമ്മിക്കുകയല്ല, മറിച്ച് അയോധ്യ നഗരത്തിന്റെ ഒരു തുടർച്ച പോലെയാകും ടൗൺഷിപ്പ് എന്നും സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിൽ 2024 ജനുവരി വരെ 171 പദ്ധതികളാണ് സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ 101 എണ്ണത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുതിയ ഹൈവേകളും റോഡ് നിർമ്മാണവും റോഡ് വീതി കൂട്ടലുമെല്ലാം ഇതിന്റെ ഭാഗമായി നടന്നു. 29,000 കോടിയോളം രൂപ ഇതിനായി സർക്കാർ മാറ്റിവെച്ചിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ആഘോഷവും വികസനവും അവസാനിക്കുന്നില്ല. ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് കഴിഞ്ഞതോടെ അയോധ്യയിൽ മാറ്റങ്ങളുടെ കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.